സുഹൃത്തുക്കളെ, BJP NDA നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിലുണ്ടായാൽ കേരളത്തിലെ യുവാക്കളായ പ്രതിഭകളായ യുവാക്കളോട് നീതി പുലർത്തുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഇവിടെ നിക്ഷേപം വരാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കും. വികസനത്തെ തടസ്സപ്പെടുത്തുന്ന അഴിമതി, ചുവപ്പുനാട, ഭൂമാഫിയ, ഹർത്താൽ മാഫിയ എന്നിവയെല്ലാം NDA സർക്കാർ തുടച്ചു നീക്കും. AI അടക്കമുള്ള ഭാവി സാങ്കേതിക വിദ്യകളുടെ കേന്ദ്രമായി ഞങ്ങൾ കേരളത്തെ മാറ്റും. ഈ കേരളത്തിലെ പ്രതിഭകൾ, അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടാക്കും. കാലയളവിൽ 5 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സമയമാണ്. ആ സമയത്ത് ഇത്രയും ജനങ്ങള് ഇനി മാറി ചിന്തിച്ചില്ലെങ്കിൽ ഈ 5 വർഷം വലിയ നഷ്ടമാണ് രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്. മാറി ചിന്തിക്കണം. BJP വരണം. നാടിന് വികസനം വേണം. കാഴ്ചപ്പാടുകൾ പുറമെ പോണവർക്കൊക്കെ പുതിയ ഇവിടെ ജോലി സാധ്യതകളും എല്ലാ വികസനങ്ങൾക്കും BJP തന്നെ വരണം. അതിന് കാഴ്ചപ്പാടുള്ള നേതൃത്വമാണ് ഇന്ന് കേരളത്തിലെ തലപ്പത്തിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉയർച്ച എന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഭാരതം മത്സ്യോൽപാദനത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ 2ാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു. കേന്ദ്രത്തിലെ BJP സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി നടപ്പാക്കിയ പദ്ധതികളുടെ നേട്ടമാണ് ഇത്. കേന്ദ്രത്തിലെ BJP സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കുള്ള ക്രെഡിറ്റ് കാർഡ് അനുവദിച്ചിട്ടുണ്ട്. ഇതുമൂലം കേരളത്തിൽ ഉൾപ്പെടെ 4 ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കാണ് കുറഞ്ഞ നിരക്കിൽ വായ്പ കിട്ടിയത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സമുദ്രമേഖലയെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാമ്പത്തിക രംഗം, അതായത് ബ്ലൂ ഇക്കോണമി ശക്തിപ്പെടുത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം. നമ്മൾക്ക് മാറ്റം ആവശ്യമാണ്. കേരളത്തിന്റെ മാറ്റം അത് അത്യന്താപേക്ഷിതമാണ്. അതാണ് മുന്നണി നോക്കുക. നമ്മൾ ഏത് പാർട്ടിയിനകത്ത് സഹകരിച്ചു നോക്കണം. ഓക്കെ, കടമെടുത്ത് മുടിഞ്ഞില്ലേ? അതൊരു മാറ്റം വേണ്ട നമുക്ക്.